ആശംസിച്ചതും അതുപോലെ തന്നെ ആ ഒരു നന്ദി പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കൂട്ടായ്മ തന്നെയായിരിക്കും ഈ ഒരു സിനിമയുടെ വിജയം അല്ലെ? ഇത് ഭയങ്കര ടീം വർക്ക് തന്നെയാണ്. അതുപോലെ പക്ഷേ ഞാൻ പറയാൻ വിട്ടുപോയി, വിളിച്ചത് നന്നായി. നമ്മുടെ നല്ല ഭംഗിയിൽ കാണിച്ച മനോജ് പിള്ള, അതുപോലെ ഇതിൽ എല്ലാം ഒരുക്കി കൊടുത്ത മനു ചകർ. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാൻ വിനോദയാത്ര, അതുപോലെ കൽക്കട്ട ന്യൂസ്, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണ്. എന്നുവെച്ചാൽ പിന്നീട് നിൽക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ നിർബന്ധിച്ചോന്ന് മണിയന്നെ അറിയാലോ. പണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞ സിനിമയിൽ ജോത്സാറിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയ ആളാണ് മണിയാണ്. തുടക്കം തൊട്ട് ഇവിടെ പിന്നെ എന്റെ സഹോദരൻ അയ്യോ സന്തോഷ് ഭായ്, ഐ എം സോ സോറി പറയാൻ വിട്ട കാര്യം എന്നെ ഓടിച്ച് പിടിച്ച ആൾക്കാരാണ്. അപ്പൊ രമ്യൊക്കെ വിചാരിക്കണ പോലെ ഒന്നുമല്ല. ഈ സിനിമയിൽ ഏറ്റവും വലിയ കരാട്ടയും ജൂഡോയും അറിയാവുന്ന നീത്ത സൈലന്റ് ആയപ്പോ വയലന്റ് ആയത് രമ്യാണ്. അടിപൊളി. അപ്പൊ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് വിജയൻ, സിദ്ദിഖ തുടങ്ങിയ ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു കോമ്പിനേഷനുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു വാക്കാണ് ഈ സിനിമയിലേക്ക്. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഒരു പുതിയൊരു കോമ്പിനേഷൻ? കാരണം നമുക്ക് 148ാമത്തെ സിനിമയാണ്. 148ാമത്തെ സിനിമയിൽ വന്നിട്ട് എനിക്കിത് പുതിയൊരു കോമ്പിനേഷൻ ആണെന്ന് പറയുമ്പോൾ ആ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അല്ല, അതാണ് പറഞ്ഞില്ല. എനിക്ക് എന്താണെന്നറിയില്ല, ഈ സിനിമയിൽ ഇപ്പൊ അവിടെ നിന്ന് സിനിമയും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ എനിക്ക് ഞാൻ ബിഗ് സ്ക്രീനിലാണ് ഇപ്പോ ആ തങ്കമണി എന്നുള്ള പാട്ട് കണ്ടപ്പോൾ എന്റെ കണ്ണറിയണമെന്ന് അറിഞ്ഞു. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചാണ്, പക്ഷെ എന്നാൽ അതിനുണ്ടാക്കിയ ഫീല്, അത് നമുക്ക് വേണ്ടി പാടിയ ആൾക്കാർ, അവരോടൊക്കെ നന്ദി പറയണം. വിധു വിധു അല്ല, സോറി, പ്രമാനം, എല്ലാവരോടും പ്രത്യേകം. ദേവാനന്ദൻ, ദേവാനന്ദ പേരുകൾ വേറെയൊക്കെയാണ്. ഇതിനു മുമ്പ് മിസോളം ചെയ്യുമ്പോൾ വേറെ അവർ ഇവരിടക്കിടയ്ക്ക് പേര് മാറ്റുന്നത് നമുക്ക് ടെൻഷനാണ്. ഇല്ലേ, അന്ന് പാടുമ്പോ പ്രതാപല്ലേ, അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ചേട്ടൻ ഞാൻ പേര് പറ്റി ദേവാനന്ദം ആക്കിയത്. അപ്പൊ ഇടക്കിടയ്ക്ക് മാറ്റുമ്പോൾ പറയണം, ഒരു മാറ്റമില്ല, ഫിക്സ്. നോക്കണ്ടാണ് ആളുകൾ വിചാരിക്കണം മാറ്റം വിചാരിക്കണം. ഇപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത്. സോ ദിലീപേട്ട, താങ്ക്സ് എ ലോട്ട്. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ എനിക്കറിയാം ദിലീപേട്ട സിനിമയാണ്, നമ്മളെല്ലാവരും കാത്തിരിക്കാം. അപ്പോ രാവിലെ തുടങ്ങി, ഇന്നലെ തുടങ്ങി പ്രമോഷന്റെ പരിപാടിയായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് സത്യം പറഞ്ഞിട്ട് വെളിവ് പോയിട്ട് നിൽക്കുന്നത് അടിപൊളി. പക്ഷെ രാവിലെ തൊട്ട് പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ സിനിമ ഈ മാർച്ച് 7 തിയേറ്ററിൽ എത്തുമ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുന്നത് തന്നെയാണ് നമ്മുടെ മീഡിയ ആളുകൾ, അല്ലെ? അപ്പൊ നമ്മുടെ മീഡിയ ടീമിന് നല്ലൊരു കൈഡി കൊടുക്കാൻ ഒരു ദിവസം ഇവിടെ എത്തിച്ചേർന്നത് നിങ്ങളുടെ ഒരു ത്രൂ ഔട്ട് സപ്പോർട്ട്. നമ്മൾ പറഞ്ഞ മലയാള സിനിമയുടെ സുവർണ്ണ കാലമാണ്, അതിന് ഒരു മികച്ച കാരണം നിങ്ങൾ ഓരോരുത്തരും കൂടെയാണ്. തീർച്ചയായും. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു ഓർമ്മ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അയ്യോ, ഞാൻ പറയാൻ വിട്ടുപോയി. എന്നെ നിങ്ങളുടെ മുമ്പിൽ പല രൂപത്തിലെത്തിക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. മായാമുഖനായിട്ടും സൗണ്ട് തോമയൊക്കെ ആയിട്ട് എന്നെ ഈ രൂപത്തിലെത്തിച്ച റോഷൻ, എന്റെ വളരെ അത്രയും കഴിവുള്ള മേക്ക്മാനിൽ എടുത്തു പറയേണ്ട ഒരാളാണ് റോഷൻ ജി. ഐ എം സോ സോറി. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര നെർവസായി, എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഭയങ്കര നെഞ്ചിട്ടുള്ള ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന് ലിസ്റ്റും ഭായ്, ഷാജു ഭായ്, എല്ലാവരോടും നന്ദി, ഒരുപാട് നന്ദി. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ ഇവിടെ വിട്ടുപോയില്ല. ഓക്കെ, സുൽത്താനോട് സംശയം ചോദിക്കുന്നത് ഉറപ്പല്ലേ? ജോൺ ബ്രദർ വന്നിട്ടില്ല. സാർ, ഇത് ഡ്രസ്സൊക്കെ പോയിട്ട് സാർ അത് അത് വാങ്ങി താങ്ക് യു. Love you, brother. Thank you so much. Thanks a lot, Dilipeta. Thanks a lot for joining us. ഒരു നല്ല കൈഡി കൊടുക്കാം. നമ്മൾ ഏതൊരു മനസ്സിലാണെന്നോട് ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുകയാണ് ഫോർ തങ്കമണി. ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടോ ദിലീപേട്ട? ഇല്ല. പറഞ്ഞു ഒന്ന് എഴുന്നേറ്റ് കൈവക്കാം. കട്ടപ്പനയിൽ ഞങ്ങൾക്ക് എല്ലാം ചെയ്തെന്നാളും ഇതിൽ പോലീസ് വേഷം